ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഷിജോയും അതേപോലെ തന്നെ ജാസ്മിനും ഗബ്രിയും കൂടി ഇപ്പോൾ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗാർഡൻ ഏരിയ വെച്ചിട്ട്. ഋഷി റോക്കിയുടെ നിഴലാകുവാണേ റോക്കിയുടെ അഭിപ്രായങ്ങളും ഋഷിയുടെ അഭിപ്രായങ്ങളും ഒന്നാണ്. റോക്കിയാണ് ഋഷിനെ സ്ക്രൂ കയറ്റി ഇന്നലെ പിരിച്ച് വിട്ടത്. ഇനിയൊരൊറ്റ കാര്യമാണ് വീണ്ടും ഇവർ രണ്ടുപേരും ലൂപ്പിൽ കറങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ പലരോടുമായിട്ട് രാവിലെ മുതൽ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഋഷി എന്ന കണ്ടസ്റ്റന്റിന് ഹൗസിനകത്തെ PR വർക്ക് എടുത്തിരിക്കുകയാണ്, തീയും പെട്രോളും കൂടി. അപ്പം സിജോ ഇതൊക്കെ കേട്ടിരിക്കുന്നുണ്ടെങ്കിലും സിജോയ്ക്ക് വ്യക്തമായിട്ട് ഇവരുടെ ഡബിൾ സ്റ്റാൻഡുകൾ പുറത്ത് ചർച്ചയാവുന്നതിനെ കുറിച്ച് അറിയാം. ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരാളും കൂടിയാണ് സിജോ. അതുകൊണ്ട് ഇവർ ഈ പറയുന്നതല്ലാതെ പുറത്തെ ആളുകൾ എന്ത് ചിന്തിക്കും എന്ന് സിജോയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ഓരോ സ്റ്റേറ്റ്മെന്റും പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നും സിജോയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. ഋഷിനെ മാനസികമായി തളർത്തിയത് എന്താണ് എന്ന് സിജോയ്ക്ക് അറിയാം. ഋഷിയുടെ കൂടെ കൺഫെഷൻ റൂമിൽ പോയ ആളാണ്. ഋഷി പറഞ്ഞത് എന്താണ് എന്ന് കേട്ട ആളാണ്. സോ സിജോ അവരുടെ മുന്നിൽ ഇരുന്ന് ഇവര് പറയുന്നതിനെല്ലാം അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിയാണ്, ഞാൻ ഋഷിയോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഷാഡോയിൽ നിന്ന് കളിക്കരുത്, റോക്കിയുടെ ഷാഡോയിൽ നിന്ന് കളിക്കരുത് എന്നൊക്കെയാണ് സിജോ ഇവരുടെ അടുത്ത് പറയുന്നത്. ഒരു കസേരകളി കളിക്കുന്ന ലാഘവത്തിൽ ആരുടെയും ഇമോഷൻസിനെ മാനിക്കാതെയാണ് ജാസ്മിൻ ഗെയിം കളിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി സിജോയും നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോ ഇതിവിടെ ഇരുന്ന് ജാസ്മിൻ പറയുന്നതും കേട്ടു. ഒരു മ്യൂസിക്കൽ ചെയർസ് കളിക്കുന്ന രീതിയിലാണ് ജാസ്മിൻ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്, ഇമോഷൻസിനെ ബഹുമാനിക്കുന്നുണ്ട്. ഗെയിമും കളിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ. വലിയ രീതിയിൽ ഒരു നെഗറ്റീവ് ഗെയിം ആയിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിന്റെ ഈ ഒരാഴ്ചത്തെ ഇതുവരെയുള്ള ഗെയിം. ഫസ്റ്റ് വീക്കിൽ നന്നായി വന്നുവെങ്കിലും ഈ ഒരു വീക്കിൽ അതങ്ങ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗബ്രി നോമിനേഷനിൽ വരുന്ന ആഴ്ച അന്ന് തന്നെ പുറത്താവാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇത് കഴിഞ്ഞ സിജോ ഋഷിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഗെയിമിന്റെ രീതിയിൽ എടുത്താൽ മതി, ഇമോഷൻസിനെ സ്വിച്ച് ഓഫ് ആക്കി ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഋഷിയോട് ഒരു അഡ്വൈസ് ആയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, സിജോയ്ക്ക് അറിയാം പുറത്ത് പ്രേക്ഷകർ എന്ത് ചിന്തിക്കുന്നു എന്നത്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.